ആണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലെവൽ ക്വസ്റ്റ്യൻസ്, യൂണിവേഴ്സിറ്റി ചോദിക്കുന്ന സാധാരണ ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലോഞ്ചുറൽ വൈബ്രേഷൻസിൽ നിന്ന് വരാൻ സാധ്യത ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുറേ ഇക്വേഷൻസും കുറേ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ആ ഇക്വേഷൻസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നാച്ചുറൽ വൈബ്രേഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫ്രീ വൈബ്രേഷൻസ് ആണ്. അപ്പോൾ ലോഞ്ചുറൽ വൈബ്രേഷനിൽ നമ്മൾ ആദ്യം അൺഡാംപ്ഡിൻ്റെ കണ്ടീഷനാണ് പറഞ്ഞത്. അൺഡാംപ്ഡിൽ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. FN ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് എന്താണ് K/M. അവിടെ ഒമേഗ n എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്താണ് K/M ആണ്. നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ടൈം പീരീഡ് കണ്ടുപിടിക്കാം. T എന്ന് പറയുന്നത് 1/FN ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഇനി അവസാനം നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ ഡാംപ്ഡ് വൈബ്രേഷൻ. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞതെന്ന് പറയുന്നത് എന്താണ്, അൺഡാംപ്ഡ് കണ്ടീഷൻസ് ആയിരുന്നു. ഇനി ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഡാംപ്ഡ് വൈബ്രേഷൻസ് ആണ്. അപ്പോൾ ഡാംപ്ഡ് വൈബ്രേഷൻസ് നമ്മൾ ഡാംപ്ഡ് സർക്കുലർ ഫ്രീക്വൻസി ഒമേഗ ഡി എന്ന് പറയുന്നത് ഒമേഗ n റൂട്ട് ഓഫ് 1 - θ² ചെയ്യണം. അപ്പോൾ ഈ ഒമേഗ ഡിയിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, FD എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നത്. FD എന്ന് പറഞ്ഞാൽ 1/2π ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ ഡി ആണ്. റൂട്ട് ഓഫ് ഒമേഗ ഡി എന്ന് ഒമേഗ ഡി ബൈ എന്തായിരിക്കും, ഇത് ആയിരിക്കും ഒമേഗ ഡി ഡിവൈഡഡ് ബൈ 2π ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ FD എന്ന് പറഞ്ഞാൽ. അപ്പോൾ TD എന്ന് പറയുന്നത് ഡാംപ്ഡ് വൈബ്രേഷൻസ് 1 എന്താണ് ഡാംപ്ഡ് വൈബ്രേഷൻസിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/FD ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തിൻ്റെ കേസിലാണ്, ഡാംപ്ഡിൻ്റെ കേസിലാണ്. ഇനി ഡാംപ്ഡ് ലോഞ്ചുറൽ വൈബ്രേഷൻസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഡാംപ്ഡ് വൈബ്രേഷൻസിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, നമുക്ക് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് പേര് പഠിച്ചോട്ടെ, ഈക്വലൻറ്റ് സ്റ്റിഫ്നെസ്സിൻ്റെ കാര്യം പഠിച്ചു. ഡിഗ്രി ഓഫ് ഡാംപ്നെസ് നമ്മൾ പഠിച്ചായിരുന്നു. ഡിഗ്രി ഓഫ് ഡാംപ്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡിഗ്രി ഓഫ് ഡാംപ്നെസ് എന്ന് പറയുന്നത് C/2m ഒമേഗ n ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതായിരുന്നു ഡിഗ്രി ഓഫ് ഡാംപ്നെസ്. ഇതിൻ്റെ റൂട്ടാണ് നമ്മൾ സീറ്റ ആയിട്ട് പഠിച്ചത്. അതായത് സീറ്റ എന്ന് പറയുന്നത് ഡാമ്പിംഗ് ഫാക്ടർ, സീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡിഗ്രി ഓഫ് ഡാംപ്നെസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു C/ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2m ഒമേഗ n ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. പിന്നെ സീറ്റ കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഇവിടെ ഉള്ളതാണേ, ഈ ഇട്ടേക്കുന്ന ഇക്വേഷൻസ് എല്ലാം ഒരുമിച്ച് എഴുതുന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, പറയുന്ന സാധനങ്ങളെല്ലാം ഒരുമിച്ച് എഴുതുന്നു എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഡെറിവേഷനിൽ പറയുന്നത്. അപ്പോൾ സീറ്റ ഡിഗ്രി ഓഫ് ഡാംപ്നെസ് പറഞ്ഞു, സീറ്റ പറഞ്ഞു. സീറ്റയിൽ നിന്ന് നമുക്ക് CC കോയിഫിഷ്യൻ്റ് ഓഫ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് C is equal to 2m ഒമേഗ n എന്ന് വരും. അപ്പോൾ ഇതിന് പകരം C/CC നമുക്ക് ഉപയോഗിക്കാം സീറ്റ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് അത് നമ്മൾ പഠിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ലോഗരിതമിക് ഡിക്രിമെൻറ്റ് എന്ന് പറയുന്ന ലോഗ് ഓഫ് എന്താണ് xn/xn+1 ആണെന്ന് പഠിച്ചു. ഈ xn/xn+1 എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത സാധനം അല്ലേ, e⁻ എന്താണ് സീറ്റ ഇൻറ്റു ഒമേഗ n ഇൻറ്റു TD ആണെന്ന് പഠിച്ചു. TD ഇവിടെ കിട്ടും. ഇനി ഇതിൻ്റെ ലോഗ് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ അപ്പോൾ ഓഫ് കോഴ്സ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്താണ് സീറ്റ ഒമേഗ n TD ആണെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ റേഷ്യോ ഓഫ് ടു സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ n/n+1 കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് x1/x2 നമ്മൾ എടുത്താലും x2/x3 എടുത്താലും എന്തെടുത്താലും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതെല്ലാം ഈക്വലായിട്ട് പോവും അല്ലെങ്കിൽ ഈക്വലായിട്ട് കിടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് നിർത്തിയത്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് വി ആർ ഗോയിങ് ടു ഡു ദ പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. അതിൽ ഒരു ഇക്വേഷൻ കൂടെ എക്സ്ട്രാ വരുമായിരിക്കും. അത് ഇക്വേഷൻ എന്നല്ല, നമുക്കത് ഡെഡ്യൂസ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് ആ ഒരു സാധനം വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോക്കിയോ, എ വൈബ്രേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, വൈബ്രേറ്റിംഗ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ മാസ് ഓഫ് 70 കിലോഗ്രാം. ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എത്ര മാസമുണ്ട്, 70 കിലോഗ്രാം മാസമുണ്ട്. എ സ്പ്രിംഗ് ഓഫ് സ്റ്റിഫ്നെസ് 40 kN സ്പ്രിംഗ് ഉണ്ട്. ആൻഡ് ഡാംബർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡാംപ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ദ ഡാമ്പിംഗ് പ്രൊവൈഡഡ് ഈസ് ഓൺലി 25%. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം ഡാമ്പിംഗ് പ്രൊവൈഡഡ് ഈസ് ഓൺലി 25% ഓഫ് ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയും. അപ്പോൾ ഡിറ്റർമിൻ ദ ഡാമ്പിംഗ് ഫാക്ടർ, നമുക്ക് ഡാമ്പിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ഡാമ്പിംഗ് ഫാക്ടർ? ഡാമ്പിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് സീറ്റ, വി ഹാവ് ടു ഫൈൻഡ് സീറ്റ. The critical damping coefficient, that is we have to find CC. The natural frequency of damped vibrations. അപ്പോൾ FN അല്ല കണ്ടുപിടിക്കണം, FD കണ്ടുപിടിക്കണം. FN കണ്ടുപിടിക്കാനും ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാം. The ratio of two successive amplitudes of vibration, that is xn/xn+1. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം, ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേക്ക് ഈ ഒരു ഇക്വേഷൻസ് എല്ലാം ഇതിൽ അത്യാവശ്യം വേണ്ട എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അല്ലാത്തപ്പോൾ എടുക്കാം, ചോദിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാം.
ഈ ഇക്വേഷൻസ് എല്ലാം ഉണ്ടായിട്ട് വേണം നിങ്ങൾ എന്താണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്തിലേക്ക് പോകാനായിട്ട്, ഈ ഡാംഡ് വൈബ്രേഷൻസിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്കൊരു സ്പ്രിങ്ങും ഒരു ഡാമ്പറും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ്സും കണ്ടുപിടിക്കേണ്ട, ഇക്വലൻറ്റ് ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റും കണ്ടുപിടിക്കേണ്ട. നമുക്ക് ഒരു സ്പ്രിങ്ങും ഒരു എന്താണ് ഡാംപ്ഡ് വൈബ്രേഷൻ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഡാമ്പറും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത ഒരു ഡാഷ് പോട്ട്. അപ്പം അവിടെ ഒരു കോമൺ ആയിട്ട് അവിടെ എന്ത് വരുന്നു, ഒരു മാസ് വരുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന സിസ്റ്റം വൈബ്രേറ്റിംഗ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ മാസ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിഫ്നെസ് കെ ആയിരിക്കും, ഇതിൻ്റെ ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ് സി ആയിരിക്കും. അപ്പോൾ മാസ് എം ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 70 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. A spring of stiffness K equal to 40 kilonewton per meter. That means stiffness is small letter k is equal to 40 kilonewton per meter. Newton per meter ആക്കണമെങ്കിൽ 10 raised to 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് 40 into 10 raised to 3 Newton per meter എന്ന് ഇപ്പോഴും ഞാൻ ആക്കണമെന്ന് നിർബന്ധമില്ല, ആവശ്യമുള്ള ബാക്കിയാലും മതി. And a damper, the damping provided is only 25% of a critical value. അപ്പോൾ നമുക്ക് രണ്ട് ഡാമ്പിംഗ് കോയിഫിഷ്യൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റും അടുത്തതെന്ന് പറയുന്നത് സാധാ ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റും. അപ്പോൾ ഈ ഡാമ്പിംഗ് പ്രൊവൈഡഡ് എന്ന് പറയുന്നത്, അപ്പോൾ ആക്ച്വൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ് സി എന്ന് പറയുന്നത് വിച്ച് ഈസ് 25% ഓഫ് ഇറ്റ്സ് ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 25% ഓഫ് CC എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റും, C ഡിവൈഡഡ് ബൈ CC ഈക്വൽസ് 25% എന്ന് എടുക്കാം. 25% നമ്മൾ സാധാ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ 0.25 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ C/CC ഈക്വൽ ടു 0.25. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ അപ്പോഴേ ആയി. അതായത് സീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, സീറ്റ ഈസ് ഈക്വൽ ടു C/CC ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 0.25 എന്ന് കിട്ടി. അപ്പോൾ കാര്യം അറിയാതെ ഇത് ചെയ്യാൻ പറ്റില്ല, ഇക്വേഷൻസ് അറിയാതെ ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ദ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ്. വാട്ട് ഈസ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ്? CCയുടെ വാല്യൂ എന്താ? അപ്പോൾ CCയുടെ ഇക്വേഷൻ ഞാൻ എഴുതി വെക്കും. CCയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 into m into omega n എന്ന് പറയുന്ന ഇക്വേഷനാണ്. m ഇവിടെ തന്നിട്ടുണ്ട്, വി ഹാവ് ടു ഫൈൻഡ് omega n. വാട്ട് ഈസ് omega n? omega n എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കും, omega n ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എത്രയാണ്, k/m. തീർന്നു അവിടെ. ആ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അവിടെ പരിപാടി തീർന്നു. k എന്ന് പറഞ്ഞാൽ എത്രയാണ്, സ്റ്റിഫ്നെസ് ഈസ് ഈക്വൽ ടു 40 into 10 raised to 3. വാട്ട് ഈസ് മാസ് എന്ന് പറയുന്നത് 70 കിലോഗ്രാം. ഇത് ചെയ്യുമ്പോഴത്തേക്ക് റൂട്ട് ഓഫ് k/m ഈസ് ഈക്വൽ ടു 23.9 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതും അവിടെ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു വാല്യൂസ് ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into വാട്ട് ഈസ് omega n. omega n എന്ന് പറയുന്നത് m എന്ന് പറയുന്നത് 70, omega n എന്ന് പറയുന്ന റൂട്ട് ഓഫ് k/m എന്ന് പറയുന്നത് നമുക്ക് 23.9 കിട്ടി. ദാറ്റ് ഈസ് 23.9 വിച്ച് ഈസ് ഈക്വൽ ടു വാല്യൂ 3346 ചെയ്ത് നോക്കിയിട്ട് കൺഫേം ചെയ്യാവേ. 3 ന്യൂട്ടൺ പെർ എന്താണ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, CC ക്രിട്ടിക്കൽ വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് CC കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഹോൾഡ് ചെയ്യണേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം സീറ്റ കണ്ടുപിടിച്ചു, CCയും കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസിന് ആൻസറായി. ഇനി അടുത്തത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഡാംഡ് വൈബ്രേഷൻസ്. അപ്പോൾ മൂന്നാമത്തെ സാധനം FD ആണ് കണ്ടുപിടിക്കാനുള്ള. FN കണ്ടുപിടിച്ച് വെച്ചാളായിരുന്നു. FD കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം, നമുക്ക് ഇപ്പോൾ ωd/2π, ωn/2π ആയിരുന്നു FN എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ωn/2π. ωn നിങ്ങൾക്ക് അറിയാം, ഇവിടെ ωd വേണം. ωd എങ്ങനെ കണ്ടുപിടിക്കും, ωn ഇൻറ്റു റൂട്ട് ഓഫ് എന്താണ് 1 - θ². എല്ലാം ഉണ്ടല്ലോ. ωn എന്ന് പറഞ്ഞാൽ എത്രയാണ്, 23.9 റൂട്ട് ഓഫ് 1 - θ എത്രയാണ്, 0.25 ഇതിൻ്റെ സ്ക്വയർ. അത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ωd ഈസ് ഈക്വൽ ടു 23.14 റേഡിയൻ പെർ സെക്കൻഡ്. സർക്കുലാർ ഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി. ഇവിടെ നിന്ന് FD ഹെഡ്സിൽ കണ്ടുപിടിക്കാൻ വേണ്ടി, നാച്ചുറൽ ഫ്രീക്വൻസി ഇൻ ഹെഡ്സ് ഡാംപ്ഡ് വൈബ്രേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 23.14 എന്ന് പറയുന്ന ωd-നെ നമ്മൾ 2π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വി വിൽ ഗെറ്റ് 3.68. ഇറ്റ് ഈസ് ഇൻ ഹെഡ്സ്. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി ഹെഡ്സ് കിട്ടി. ഇനി നമ്പർ 4. What is the fourth? The ratio of two successive amplitudes of vibration, xn/xn+1. ഇക്വേഷൻ എന്ന് പറയുന്നത് e⁻θ ωn TD. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതും കാണാൻ പഠിച്ചോളും. അപ്പോൾ TD വേണം. TD കണ്ടുപിടിക്കണം. ωn ഉണ്ട്, θ ഉണ്ട്. അപ്പം TD വേണം. TD കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, TD ഈസ് ഈക്വൽ ടു 1/FD ചെയ്താൽ മതി അല്ലേ, 1/3.68. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് TD ഈസ് ഈക്വൽ ടു 3.68 ആണ്. ഈ ലോറന്റ് ഡിക്രിമെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതുകൂടെ രണ്ട് സാധനം കൂടെ ഉണ്ടായിരുന്നു, ഞാൻ അത് എഴുതാൻ പറ്റുമോ. ഓക്കെ, 1/3.68. 1/3.68 എന്ന് പറയുന്നത് നോക്കട്ടെ, TD ഈസ് ഈക്വൽ ടു
അതിൻ്റെ വാല്യൂ ഇല്ല. അത് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ അതിലെടുത്ത് ഇവിടെ ഈ കിട്ടുന്ന വാല്യൂ കൂടെ ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ റേസ് ടു നമുക്ക് കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് വാല്യൂ കിട്ടും 5.064. അപ്പോൾ അതാണ് xn/xn+1. ഇനി ലോഗരിതം ഡിക്രിമെൻറ്റ് കൂടെ ഇതിലുണ്ടായിരുന്നു, ഞാനത് എഴുതാൻ വിട്ടുപോയതാണ്. ലോഗരിതം ഡിക്രിമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എന്താണ് xn/xn+1 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എന്താണ് 5.064 വിച്ച് ഈസ് ഈക്വൽ ടു അത് 1.622 എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇതെന്ന് പറയുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 3 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ഇതും അടുത്തൊരു 3 ക്വസ്റ്റ്യൻസ് വെച്ച് അടുത്തൊരു ഇതും ചെയ്ത് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ നോക്കിയത് മാസ് ഓഫ് എ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡാംഡ് വൈബ്രേറ്ററി സിസ്റ്റം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, മെഷർ 7.5 കിലോഗ്രാം ആൻഡ് മേക്സ് 24 ഫ്രീ ഓസിലേഷൻസ് ഇൻ 14 സെക്കൻഡ്സ്. അപ്പോൾ 24 ഓസിലേഷൻ ഉണ്ട് 14 സെക്കൻഡിൽ. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ 24നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ എത്ര സൈക്കിൾസ് ഉണ്ടെന്നുള്ളതാണ് ഫ്രീക്വൻസി. When disturbed from its equilibrium position, the amplitude of vibration reduces to, അപ്പോൾ amplitude of vibration reduces അല്ലെങ്കിൽ ഡാംഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് reduces to 0.25 of after 5 oscillations. അപ്പോൾ ഈ 2 സെൻറ്റൻസുകളാണ് ഇവിടുത്തെ തുറുപ്പ് ചീട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ മാസ് ഒരു സിംഗിൾ സ്പ്രിംഗ് ഉള്ള ഒരു സിസ്റ്റമാണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പ്രിങ് ആദ്യം വരയ്ക്കാം. ഈ വരയ്ക്കുന്നതിന് മാർക്കുണ്ട് കേട്ടോ. ഇത് അവിടെ ഒരു മാസ് വെച്ചു. നെക്സ്റ്റ് നമുക്ക് അവിടെ ഒരു ഡാമ്പർ വെച്ചു. ഡാമ്പിംഗ് കോയിഷ്യൻ്റ് C കാണും, സ്പ്രിംഗ് സ്റ്റിഫ്നെസ് K കാണും, മാസ് M കാണും. അപ്പോൾ ഈ മാസ് ഓഫ് എ സിംഗിൾ ഡിഗ്രി ഡാംഡ് വൈബ്രേറ്ററി സിസ്റ്റം മെഷേഴ്സ് 7.5 കിലോഗ്രാം. ദാറ്റ് ഈസ് M ഈസ് ഈക്വൽ ടു 7.5 കിലോഗ്രാം and makes 24 free oscillations in 14 seconds. That means natural frequency. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് 24 ഫ്രീ ഓസിലേഷൻസ് ഇൻ 14 സെക്കൻഡ്സ് ആണ്. അത് കാര്യം ആലോചിച്ചോളാം. ഫ്രീ ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ ആ 24 ഫ്രീ ഓസിലേഷൻസ് വെച്ച് കണ്ടുപിടിക്കുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷനാണ്. അതായത് 24 എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഫ്രീക്വൻസി 24/14 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ഓസിലേഷൻസ് കിട്ടും. ദാറ്റ് ഈസ് ഡാംഡ് കണ്ടീഷനിലുള്ള ഫ്രീക്വൻസി അല്ല, അത് അൺഡാംഡ് കണ്ടീഷൻസിലാണ്. അപ്പോൾ 24 എന്താണ് 14 ആണ് അവിടുത്തെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 24/14 ചെയ്യുമ്പോൾ 1.714 ഹെർട്സ് കിട്ടും. അപ്പം അഥവാ ഡൗട്ടുള്ളവർ ഇങ്ങനെ ആലോചിക്കുക, നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസും എന്താണ് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ എന്താണ് ടൈം ടേക്കൺ. ആ ഓസിലേഷൻ എടുത്ത് ടൈം ടേക്കൺ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിലുള്ള ഓസിലേഷൻ കിട്ടും. അതാണ് നമ്മുടെ നമ്പർ ഓഫ് ഓസിലേഷൻ കിട്ടും, അതാണ് നമ്മുടെ ഫ്രീക്വൻസി. കൊച്ചു ക്ലാസ് പഠിച്ച സാധനം. വെൻ ഡിസ്റ്റർബൻസ് ഇക്വിലിബ്രിയം പൊസിഷൻ, ഈ സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ റെഡ്യൂസസ് ടു ആണ്. ഇത് വളരെ ഈ 2-നും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. റെഡ്യൂസസ് ടു 0.25 ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ ആഫ്റ്റർ 5 ഓസിലേഷൻസ്. അപ്പം ഇനിഷ്യൽ വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഞാനിങ്ങനെ എടുക്കുവാണ്. ഇനിഷ്യൽ നമ്മൾ നേരത്തെ ഡെറിവേഷൻസിലും എടുത്ത പോലെ തന്നെ എടുക്കാം. ഇനിഷ്യൽ വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു x0 ആണ് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ 5 ഓസിലേഷൻസ് 5 ഓസിലേഷൻസ് കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ 5 ഓസിലേഷൻസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാവും, വിച്ച് ഈസ് ഈക്വൽ ടു x5. ആഫ്റ്റർ 5 ഓസിലേഷൻസ് ആംപ്ലിറ്റ്യൂഡ് എന്തായി മാറി, x5 ആയി മാറി ആണല്ലോ. ഫസ്റ്റ് ഓസിലേഷൻ കഴിയുമ്പോൾ x1 ആവും. നമ്മൾ നേരത്തെ ഡെറിവേഷനിൽ പറഞ്ഞ അതേ കൺസെപ്റ്റാണ്, ഇനി ഞാൻ പിറകിലേക്ക് പോകുന്നില്ല. സെക്കൻഡ് ഓസിലേഷൻ x2, തേർഡ് ഓസിലേഷൻ x4, ഫോർത്ത് x4 സോറി. ഇനിഷ്യൽ ആംപ്ലിറ്റ്യൂഡ് x0. After first oscillation it is x1, after second oscillation it is x2, after third oscillation it is x3, after fourth x4, after fifth x5. അപ്പം the amplitude of vibration reduces to 0.25 of its initial value after 5 oscillations. എന്ന് പറഞ്ഞാൽ x5 എന്ന് പറയുന്നത് after 5 oscillations the amplitude reduces to 0.25 of its initial value. 0.25 of its initial value x0 ആണ്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യപ്പെട്ടു. എത്രയിലേക്ക് ചെയ്യപ്പെട്ടു, 0.25 ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ. ഇനിഷ്യൽ വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ x0 ആണ്. ആഫ്റ്റർ 5 ഓസിലേഷൻസ് ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് x5. ദെർഫോർ x5 ക്യാൻ ബി ഈക്വൽ ടു 0.25 ഇൻറ്റു x0. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് x5 ഡിവൈഡഡ് ബൈ x0 അങ്ങനെ എഴുതിയോണ്ട് വലിയ കാര്യമില്ല, തിരിച്ചെഴുതാം. ഈ x5 അങ്ങ് അപ്പുറത്തും പോയി 0.25 അങ്ങ് അപ്പുറം വന്നു. അപ്പം ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, 1/,
0.25 ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് കിടപ്പുണ്ട് x0 കിടപ്പുണ്ട് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും x5 വരും x0/x5 ഈസ് ഈക്വൽ ടു 1/0.25. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് x0/x5 ഈസ് ഈക്വൽ ടു 1/0.25 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഡെൽറ്റ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ടു സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ നമുക്ക് കണ്ടുപിടിച്ച് വെക്കേണ്ടി വരും നമുക്ക് ബാക്കി കാര്യങ്ങൾ പോകാനായിട്ട്. അപ്പോൾ x0/x5 ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ല, കാര്യം അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ x1/x2 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു x2/x3 എന്ന് പറയുന്നതിന് ഈക്വൽ ആയിരിക്കും, x3/x4 ഈക്വൽ ആയിരിക്കും, അത് x4/x5 ഈക്വൽ ആയിരിക്കും. അല്ല തിരിച്ചെഴുതിയാലും പ്രശ്നമൊന്നുമില്ല. x2/x1 ഈസ് ഈക്വൽ ടു x3/x2 വിച്ച് ഈസ് ഈക്വൽ ടു x4/x3 വിച്ച് ഈസ് ഈക്വൽ ടു x5/x4 അങ്ങനെ എഴുതാം. അപ്പോൾ ഇത് നമ്മൾ ലോഗരിതമിക് ഡിക്രിമെൻ്റ് ഡിറൈവ് ചെയ്ത സമയത്തെ പറഞ്ഞ സാധനമാണ്. അപ്പോൾ xn/xn+1 എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം, e⁻⁴ വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നിന്ന് ഇത് വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന മാർഗ്ഗം എന്തെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് x0/x1 എഴുതുന്നു, ഇൻറ്റു x1/x2 എന്ന് എഴുതുന്നു, ഇൻറ്റു x3/x4 എന്ന് എഴുതുന്നു, ഇൻറ്റു x4/x5 എന്ന് എഴുതുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാൻ പറ്റും, 1/0.25 എന്ന് എഴുതാനായിട്ട് പറ്റും. എങ്ങനെ അത് പറ്റി ഒന്ന് നോക്കിയേ. ഇപ്പോൾ x0 ഈ ഇപ്പോൾ x1 കട്ട് ചെയ്ത് പോയി, x2 കട്ട് ചെയ്ത് പോയി, സോറി ഒരെണ്ണം കൂടെ അവിടെ ഉണ്ടല്ലോ വിട്ടുപോയി, ഇൻറ്റു x2/x3. അപ്പോൾ എന്താ വന്നു, x2 കട്ട് ചെയ്ത് പോയി, x3 കട്ട് ചെയ്ത് പോയി, x4 കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് പോയാൽ ബാക്കിയുള്ള ഏതൊക്കെയാണ്, x0/x5 എന്ന് പറഞ്ഞാൽ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡായി, റൈറ്റ് ഹാൻഡ് സൈഡിൽ അപ്പം 1/0.25. അപ്പോൾ ഈ ഒരു ടേമിനെ, ഈ ഒരു സാധനത്തിനെ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു, മാറ്റി എഴുതി. ഞാൻ ഒന്നുകൂടെ എഴുതാം, x0/x1 ഇൻറ്റു x1/x2 ഡിനോമിനേറ്റർ x2 ഇൻറ്റു x3 ഡിനോമിനേറ്ററിലുള്ള x3/x4 ഡിനോമിനേറ്ററിലുള്ള x4/x5 ഈസ് ഈക്വൽ ടു 1/0.25. ഓക്കെ, ഇവിടെ നിന്ന് x1 വെട്ടി കഴിഞ്ഞു, x2 വെട്ടി കളഞ്ഞു, x3 വെട്ടി കളഞ്ഞു, x4 വെട്ടി കളഞ്ഞു, വീണ്ടും x0/x5. അപ്പോൾ ഈ ഒരു സാധനത്തിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. പിന്നെ ഒരു കാര്യം കൂടെ നമുക്കറിയാവുന്ന സാധനം, സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ റേഷ്യോ എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടേമും എല്ലാം ഈക്വലാണ്. ദാറ്റ് മീൻസ് x എന്ന് പറയാൻ പറ്റുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് x0/x1 ദ ഹോൾ റേസ് ടു, ഇതെല്ലാം ഇതിന് ഈക്വൽ ആയത് ദ ഹോൾ റേസ് ടു n എത്ര തവണ, 1 2 3 4 5 5 തവണ എന്ന് പറഞ്ഞൂടെ. ഈ ഒരു സാധനത്തിന് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു 1/0.25 വിച്ച് ഈസ് ഈക്വൽ ടു 1/0.25. ഇവിടെ നിന്ന് x0/x1 കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, x0/x1 ഈസ് ഈക്വൽ ടു 1/0.25 ദ ഹോൾ റേസ് ടു 1/5 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1/0.25 ദ ഹോൾ റേസ് ടു 1/5 എന്ന് പറയുന്നത് നോക്കട്ടെ, 1.3195 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ റേഷ്യോ എനിക്ക് കിട്ടിയല്ലോ, x0/x1 ഈസ് ഈക്വൽ ടു ദിസ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ നമ്മളെ പ്രധാനപ്പെട്ട അപ്പം ആ ഒരു സംഭവം നമ്മൾ ഇങ്ങനെ ഒരു സാധനം തന്നാൽ അത് കണ്ടുപിടിച്ച് നോക്കുക. ഇനി ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് നോക്കുക. സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ്, വാട്ട് ഈസ് ദ സ്റ്റിഫ്നെസ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് കണ്ടുപിടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്റ്റിഫ്നെസ് K ആണല്ലോ. അപ്പോൾ K കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം? K കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്, നമുക്ക് ω/n ഇക്വേഷൻ അറിയാം, റൂട്ട് ഓഫ് എന്താണെന്നറിയാം, K/m ആണെന്ന് എനിക്കറിയാം. ഈ ω/n കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതിനാണ് നാച്ചുറൽ ഫ്രീക്വൻസി തന്നിരിക്കുന്നത്. Fn വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു അല്ലെങ്കിൽ 2π ഇൻറ്റു Fn ആണ്. നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ω/n എന്ന് പറയാൻ പറ്റും അല്ലേ. Fn ഈസ് ഈക്വൽ ടു ω/n/2π അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ω/n ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു Fn ഒന്നുകൂടെ എഴുതുന്നേ ഉള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു Fn എന്ന് പറഞ്ഞാൽ എത്രയാണ്, Fn ഈസ് ഈക്വൽ ടു 1.714. അതിൻ്റെ വാല്യൂ ω/n വാല്യൂ എന്ന് പറയുന്നത് 870.14 റേഡിയൻ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ ആ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 870.14 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് K ഡിവൈഡഡ് ബൈ m. ഇവിടെ എത്ര കിലോഗ്രാമാണ് മാസ്? ഇവിടെ മാസ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് 7.5 കിലോഗ്രാം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് 870.14ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു K ഡിവൈഡഡ് ബൈ 7.5. റൂട്ട് പോയി ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, K കണ്ടുപിടിക്കാം. ഇതങ്ങ് അപ്പുറത്തുകൊണ്ട് പോയി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Kയുടെ വാല്യൂ
870 കെയുടെ വാല്യൂ ആണ് 870 കേട്ടോ. ഒമേഗ ഞാൻ കണ്ടുപിടിക്കുമ്പോൾ 10 പോയിൻ്റ് ആണേ, അതൊന്ന് ചെയ്തു, ഞാൻ നോക്കി എഴുതിയതിലുള്ള മിസ്റ്റേക്കാണ്. 10.77 റേഡിയൻ പെർ സെക്കൻഡ് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെയും 10.77 സ്ക്വയർ. അപ്പോൾ കെയുടെ വാല്യൂ ആണ് 870.14 ന്യൂട്ടൺ പെർ എന്ത് കിട്ടുന്നത്, മീറ്റർ കിട്ടുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ നോക്കിയാൽ. അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ നമ്മളെന്ന് പറഞ്ഞാൽ ലോഗരിതമിക് ഡിക്രിമെൻറ്റ് xn/xn+1. അതാ ഈ സാധനം കിടക്കുന്നത്. ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എന്താണ് xn/xn+1 വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് ഈ സാധനം, അത് ലോഗ് ഓഫ് 1.3195 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.277 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു വാല്യൂ അവിടെ കിട്ടും, അത് തീർന്നു. നെക്സ്റ്റ് ഇനി അടുത്ത ഡാമ്പിംഗ് ഫാക്ടർ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സീറ്റ ഇൻ ടേംസ് ഓഫ് ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. ഡെൽറ്റയുടെ ടേംസിൽ സീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. സീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് ഡെൽറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π² പ്ലസ് ഡെൽറ്റ സ്ക്വയർ ആണ്. ഈ ഇക്വേഷൻ വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട് ഇത് കണ്ടുപിടിക്കുന്നതിന്. കാര്യം അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് സീറ്റ കണ്ടുപിടിക്കാം. സീറ്റയുടെ ഇക്വേഷൻ എന്താണ്, സീറ്റ ഈസ് ഈക്വൽ ടു എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത് C/2m ഒമേഗ n എന്ന് പറയുന്ന സാധനം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സീറ്റയിലേക്ക് പോവാം. അതായത് ഒമേഗ എന്നിനും സിക്കും സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്ത് ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ നമുക്കൊരു വാല്യൂ കണ്ടുപിടിച്ച് വെക്കാനായിട്ട് പറ്റും. അത് നമുക്ക് ആ ഡെറിവേഷൻ, ഈ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷൻ വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞിരുന്നാൽ മതി, ഞാനത് ചെയ്തിട്ടേക്കാം. കാര്യം അത് ഡെഡ്യൂസ് ചെയ്തെടുക്കുവാണ്, അല്ലെങ്കിൽ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമുള്ളൂ, അത് ഡെറിവേഷനായിട്ടൊന്നും ചോദിക്കാറില്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സീറ്റയും കണ്ടുപിടിക്കാം. സീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്, 0.044 എന്ന് കിട്ടും. കാര്യം ഡെൽറ്റ വാല്യൂ ഇവിടെ ഉണ്ട്, അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഈ 4π² എന്ന് പറയുന്ന സാധനം ഇത് കൊടുത്ത് എന്നിട്ട് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സീറ്റ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഇനി അടുത്തത് ബാക്കി നമുക്ക് എത്ര ഉണ്ട്, ഡാമ്പിംഗ് ഫാക്ടറായി. ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് സി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇൻ ടേംസ് ഓഫ് സീറ്റ നമുക്ക് വാല്യൂ ഉണ്ട്. സി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി അല്ലേ. നമുക്ക് സി ഈസ് ഈക്വൽ ടു സീറ്റ ഇൻറ്റു 2m ഒമേഗ n. എല്ലാ വാല്യൂ സീറ്റ ഉണ്ട്, 2 ഉണ്ട്, m ഉണ്ട്, ഒമേഗ ഉണ്ട്. അതൊന്നും കൂടെ ഇവിടെ എഴുതാം. സീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നറിയാം, C/2m ഒമേഗ n ആണ്. അവിടെ നിന്ന് സി ഈസ് ഈക്വൽ ടു സീറ്റ ഇൻറ്റു 2m ഒമേഗ n ആണ്. സീറ്റ എന്ന് പറയുന്നത് നമുക്കിവിടെ എത്രയെന്ന് കിട്ടി, 0.0 പെട്ടെന്ന് നിർത്തണം, അതുകൊണ്ടാണ് 2 ഇൻറ്റു ഒമേഗ n. m എന്ന് പറയുന്നത് 7.5 ഇൻറ്റു ഒമേഗ n എന്ന് പറയുന്നത് നമുക്കിവിടെ 10.77 അതിൻ്റെ വാല്യൂ കൊടുക്കുക. സിയുടെ വാല്യൂ 7.11 ന്യൂട്ടൺ പെർ മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ സിയുടെ വാല്യൂ ആയി. ഇനി അടുത്ത വേണ്ടത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്ന ലാസ്റ്റ് വൺ, ദറ്റ് ഈസ് ദ 6th വൺ. ക്രിട്ടിക്കൽ 5th വൺ ആണെന്ന് തോന്നുന്നു. 1 2 3 ഇട്ടേക്കുന്നതൊക്കെ വ്യത്യാസമാണുണ്ട്. ഇത് 3 ആണ്. ഇപ്പോൾ 3 ആകുമ്പോൾ ഇത് 4 ആയി, ഇത് 5 ആയി. ഓക്കെ, അപ്പം 5th വൺ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ്, ദറ്റ് ഈസ് CC. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് CC ഈക്വൽ ടു 2m ഒമേഗ n അല്ലേ. അതും നമുക്കറിയാമെന്നുള്ള 2 ഇൻറ്റു m എന്ന് പറയുന്നത് എത്രയാണ്, 7.5 ഇൻറ്റു ഒമേഗ n 10.77. അപ്പോൾ അതിൻ്റെ വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് 160 അല്ല 161.55 ന്യൂട്ടൺ പെർ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് അത് സീറ്റയുടെ വാല്യൂ C/cc ഇട്ട് കണ്ടുപിടിച്ചാലും മതി. നമുക്ക് സീറ്റയുടെ വാല്യൂ നമുക്ക് ഡെൽറ്റ വെച്ചിട്ട് ആ ഒരു രീതി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സീറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. അല്ലെങ്കിൽ സീറ്റയുടെ വാല്യൂ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ സീറ്റ ഈസ് ഈക്വൽ ടു C/cc. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, CC കണ്ടുപിടിക്കാം, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഇതിൽ നമുക്ക് ആ ബാക്കി പ്രോബ്ലംസും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഒരെണ്ണം കൂടെ ഞാൻ ഇതിൽ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇപ്പം 30 മിനിറ്റായി. അപ്പോൾ അത് അടുത്തതിൽ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ രണ്ട് പ്രോബ്ലംസ് വളരെ ടിപ്പിക്കലായിട്ടുള്ള പ്രോബ്ലംസാണ്. ഇതിന് ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നതാണ്. ഇനി ബാക്കിയുള്ള പ്രോബ്ലംസ് ഒട്ടിക്കുകയും